ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമ്മൂസ് ആൻഡ് മോം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് വേറെ ഒന്നുമില്ല കേട്ടോ, ഒരു ചെറിയൊരു ട്രിപ്പ് പോയൊരു കഥയാണ്. വേറെ ഊട്ടി കൊടൈക്കനാൽ അങ്ങോട്ടൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ലുലു മോളും ശംഖുമുഖവും ഒന്ന് സന്ദർശിക്കാമെന്ന് വിചാരിച്ചു. വർഷത്തിലൊരിക്കൽ സംഭവിക്കണ ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഹസ്ബൻഡ് നാട്ടിൽ വരുമ്പോഴേ ഇങ്ങനെയൊക്കെ ചെറിയ ട്രിപ്പൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് രണ്ടിടം ഒന്ന് പോയി കളയാം എന്ന് വിചാരിച്ചു നമ്മൾ പോവുകയാണ്. നമ്മൾ പോയപ്പോൾ തന്നെ അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാതെ പോകാൻ പറ്റുമോ? അതാണല്ലോ പ്രധാനം. അങ്ങനെ നമ്മൾ ചായപീടിയ എന്ന് പറയുന്ന ഒരു കടയിൽ കയറി അവിടെ നിന്ന് നല്ല അടിപൊളി ബിരിയാണി കഴിച്ചു കേട്ടോ. ഒരു കോംബോ ആയിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ മിൻറ്റ് വെച്ചിട്ടൊരു ലൈമൊക്കെ അവർ തന്നു, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞാനും മോളും അതുപോലെ തന്നെ ഹസ്ബൻഡും ഓരോ പ്ലേറ്റ് ചിക്കൻ ബിരിയാണി വാങ്ങി. സോറി മോക്കൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. മോക്കും ഞാൻ എൻ്റെ നിന്ന് തന്നെ കൊടുത്തത്, ഒന്നും കഴിച്ചില്ല അവൾക്ക്. പക്ഷേ ഈ ചിക്കൻ്റെ കാല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ലെഗ് പീസ് നോക്കി ഫ്രൈ ചെയ്ത് വാങ്ങി. അപ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ. അപ്പോൾ അത് ആൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ച് നേരെ ഫസ്റ്റ് നമ്മൾ പോയത് ലുലു മാളിലാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് വൈകിട്ട് ശംഖുമുഖത്തോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ലുലു മാളിൽ തന്നെയാണ് പോയത്. ഒന്നും വാങ്ങാനല്ലെങ്കിലും ചുമ്മാ AC കൊള്ളാനെങ്കിലും പോകാൻ പറ്റിയ സ്ഥലമാണല്ലോ നമ്മളെ ലുലു മാൾ. അപ്പോൾ കാർ ഇപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മളിതാ ഈ ഒരു മേൽപ്പാലമില്ലേ അത് കയറിയാണ് പോയത്. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ, അടിപൊളി വ്യൂ ആയിരുന്നു അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ ആ മേൽപ്പാലം കയറിയാണ് പോയത്. അവിടെ നിന്നുള്ള ഒരു ചെറിയൊരു വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ മേൽപ്പാലത്തിൽ തന്നെ കുറേ കണ്ടില്ലേ, കുറേ പേര് ഇതുപോലെ കുഞ്ഞുങ്ങളെ വെച്ചിട്ടാണ് അവർ ഭിക്ഷയ്ക്കിരിക്കണേ കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ കുറേ സങ്കടം തോന്നുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നമ്മളിതാ ഇതുപോലെ നടന്ന് പോയേട്ടോ. അമ്മു വയലൻ്റ് ആവും എന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷെ ആൾ ഫുൾ എൻജോയ് ചെയ്തു കേട്ടോ ആ ഒരു ദിവസം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവളങ്ങനെ തറയിലൊക്കെ ഇറങ്ങി ഭയങ്കര ഓട്ടമായിരുന്നു ആ മോളിൽ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കയറിയതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ പോയത് അവിടെ സത്യം പറഞ്ഞ റംസാൻ്റെ ആ ഒരു ടൈമിലാണ് നമ്മൾ പോയത്. അപ്പോൾ അവിടെ താഴെ റംസാൻ്റെ ഓഫറൊക്കെ വെച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെയാണ് നമ്മൾ ആദ്യം കയറിയത്. അങ്ങനെ നടന്ന് നമ്മൾ അവിടേക്ക് ചെന്നപ്പോൾ കുറേ സാധനങ്ങൾ ഓഫറിലുണ്ടായിരുന്നു. നമ്മൾ ആകെ ഒരു അപ്പച്ചട്ടി മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. ഹസ്ബൻഡിന് കൊണ്ടുപോകാനായിട്ട് ഒരു ചെറിയൊരു അപ്പച്ചട്ടി മാത്രമേ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയുള്ളൂ. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇതാ കണ്ടില്ലേ, ഒരാൾ ട്രോളി ഉരുട്ടിക്കൊണ്ട് നടക്കണം. പിന്നെ നമ്മൾ കൂടുതൽ സാധനമൊന്നും ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയില്ല. നമ്മൾ ഓരോ ബിസ്ക്കറ്റ്, ഡാർക്ക് ഫാൻറ്റസിയിലെ ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു ഗ്രേപ്പ് ജ്യൂസ്, പിന്നെ ഒരു ചോക്ലേറ്റ്. അമ്മു എല്ലായിടവും പോയി ചോക്ലേറ്റുകൾ പറക്കി കൊണ്ടുവന്ന് ഇടക്കുമായിരുന്നു ആ ട്രോളിക്കകത്ത്. എങ്ങനെയൊക്കെയാണ് മാറ്റിയത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു റെഡ് ബുള്ളും അതുപോലെ ഒരു കുഞ്ഞ് ഒരു പിസ്സയും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് ഫുഡ് കോർട്ടിൽ ചെന്ന് കഴിക്കുകയായിരുന്നു കേട്ടോ. അവിടുത്തെ അമ്മു എന്തൊക്കെയോ നോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യൂ ആയിരുന്നു. അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് വെച്ചാൽ ഒത്തിരി ക്യാഷ് ആകും കേട്ടോ. ഫുള്ള് ബ്രാൻഡഡ് ഐറ്റംസൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാനും ഹൈപ്പർ മാർക്കറ്റിൽ പക്ഷേ നമുക്ക് വാങ്ങാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ട് ഓഫറിലൊക്കെ. അപ്പോൾ അവിടെ നിന്നും എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അങ്ങനെ എല്ലാം വാങ്ങിയിട്ട് നേരെ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഇതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് വീണ്ടും ഒന്ന് കറങ്ങാനൊക്കെ പോയപ്പോൾ നമ്മൾ ഈ ബർഗർ കിങ് എന്ന് പറയുന്ന അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ലുലു മോളിൽ വന്നിട്ട് എന്തെങ്കിലും ഒരൈറ്റമെങ്കിലും വാങ്ങി കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമല്ലേ. അങ്ങനത്തെ അവിടെ ഈ പറയുന്ന ഐസ്ക്രീം വന്നിട്ട് ഭയങ്കര ഫേമസ് എന്തോ ആയിരുന്നു. 40 രൂപയോ എങ്ങാണ്ടായിരുന്നു ഒന്നിന് വന്നിട്ട്. അപ്പോൾ അത് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അവളാണ് കൂടുതൽ എൻജോയ് ചെയ്തത് കേട്ടോ. അവൾക്കായിരുന്നു ഇഷ്ടപ്പെട്ടത് കൂടുതലും. നല്ല ടേസ്റ്റ് ആയിരുന്നു, എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറേ കറങ്ങി തിരിഞ്ഞിട്ടൊക്കെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. വൈകുന്നേരമൊക്കെ ആയ സമയത്ത് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ ശംഖുമുഖത്ത് പോകാമെന്ന് വെച്ചു. ഇടയ്ക്ക് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ കയറണമായിരുന്നു. അത് വന്നിട്ട് നമ്മുടെ കരിക്കൻ ക്ഷേത്രമില്ല, അതിൻ്റെയൊക്കെ അടുത്തായിരുന്നു കേട്ടോ. അത് ഉത്സവം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അവിടെ ഓരോന്നും കൊണ്ടൊക്കെ വെച്ച് വിൽപ്പനയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ അവിടെ കെട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ പോയതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് എവിടെ പോകാം, നമ്മൾ ശംഖുമുഖത്ത് പോകാമെന്ന് വിചാരിച്ചു. പോണ വഴിക്ക് മോൾക്ക് മറ്റേ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയൊരു കേക്ക്, ലുലുമാളിൽ നിന്ന് വാങ്ങിയൊരു പീസ് കേക്ക് ഉണ്ടായിരുന്നു. അത് മോൾക്ക് കൊടുത്തു. അങ്ങനെ അവൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങാനും ദാഹമൊക്കെ വന്നു കഴിഞ്ഞാൽ കുടിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ നമ്മൾ എപ്പോഴും കരുതിയിരിക്കും. കാരണം ഒരു കൊച്ചൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളെപ്പോൾ യാത്ര പോയാലും ഇതുപോലെ ഒരു കുപ്പി വെള്ളവും എന്തെങ്കിലും ഫുഡൊക്കെ കരുതിയിരിക്കണം, ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ.
അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ശംഖുമുഖത്തോട്ട് പോയി. ആദ്യം നമ്മൾ പോയപ്പോഴത്തേക്ക് അങ്ങോട്ട് എൻട്രി ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വണ്ടി കൊണ്ടുപോയി വേറെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടിട്ടിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ മോൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് സെറിലാക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ വെളിയിൽ ഇറക്കിയത്. എന്തെങ്കിലും കൊടുക്കാതിരുന്നാൽ ശരിയാവില്ലല്ലോ, കുഞ്ഞുങ്ങളല്ലേ. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഇറങ്ങി. അവിടെ വലിയ ആളൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. ഞാൻ വിചാരിച്ചു ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമെന്ന്, പക്ഷെ വലിയ ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോയി. നമ്മൾ ഇപ്രാവശ്യം കടലിലൊന്നും ഇറങ്ങാൻ നിന്നില്ല, കാരണം വേറൊന്നും കൊണ്ടല്ല, ചുമ്മാ ജസ്റ്റ് കാറ്റോളം പോയതാണ് കേട്ടോ. അങ്ങോട്ട് വേണ്ട എന്ന് വിചാരിച്ചു. പിന്നെ പാനിപ്പൂരി എവിടെ കണ്ടാലും ഞാൻ ഓടി ചെന്ന് കയറണതിൻ്റെ അടുത്തായിരിക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്, എന്തുകൊണ്ടാണെന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അങ്ങനെ ഞാൻ കയറി പാനിപ്പൂരിയൊക്കെ കഴിച്ചു. ഉള്ളിലാക്കിയതിന് ശേഷം നമ്മൾ നടന്ന് അങ്ങോട്ട് പോയി. ഏറ്റവും കോമഡി നമ്മുടെ കയ്യിൽ 500 രൂപ നോട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ചേഞ്ചും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ എന്ത് ചെയ്തു, അവിടെ അയാൾക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ പിന്നെ വന്നത്. അയാൾ പറഞ്ഞു പാവം കച്ചവടമൊന്നും തുടങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് നമ്മളെ കയ്യിൽ പൈസ ഇല്ലയെന്ന്. പിന്നെ 50 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ സാധനം വാങ്ങിച്ചത്. പിന്നെ കണ്ടില്ലേ, ഈ കാഴ്ചകളൊക്കെ നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു. പിന്നെ മുഴുകുത ഈ ബബിൾ പോകുന്ന സംഭവം വാങ്ങിച്ചു കൊടുത്തു. അവിടെ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു ഇത് വെച്ച് കളിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ അത് അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മൾ വാങ്ങിച്ചൊക്കെ കാണിച്ചു കൊടുത്തു. നല്ല രസമായിരുന്നു. അവിടെ കുറേ നേരം കാറ്റും കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. പിള്ളേർക്ക് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. അവർ നല്ല കളിച്ച് ചിരിച്ച് ഓടി നടക്കും. അപ്പോൾ കണ്ടില്ലേ, കുതിര സവാരിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്ന് കളിച്ചിട്ടൊക്കെ നമ്മൾ പയ്യ ഒരു 7-8 മണി സമയത്താണ് നമ്മളവിടെ തിരിച്ചത്. നൈറ്റ് ആയപ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയായിരുന്നു. ഈ സംഭവമൊക്കെ ലൈറ്റുള്ള പിള്ളേരുടെ ടോയ്സൊക്കെ വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലോട്ട് ചെന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു ദിവസമായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ദിവസമായിരുന്നു. നമ്മൾ ചുമ്മാ കിട്ടുന്ന സമയങ്ങൾ ഇങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ടാറ്റാ.